കോമഡി കുക്സ് എന്ന ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോ വിജയകരമായി മുന്നോട്ട് പോകുന്നു. നിലവിൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9 മണിക്കാണ് ഷോ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യപ്പെടുക. ഷോയുടെ എപ്പിസോഡുകൾ ജിയോ ഹോട്ട്സ്റ്റാറിലും ലഭ്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഉൾപ്പെട്ട ഈ റിയാലിറ്റി ഷോ അപ്ഡേറ്റുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 3-ാം എപ്പിസോഡിൽ സംഭവങ്ങൾ ഇങ്ങനെ. നിലവിൽ 8 കൊമേഡിയൻസ് അഥവാ പൂക്കികളും 8 കുക്കുകളുമായിട്ടാണ് ഈ താരങ്ങൾ ഷോയിലെത്തുക. കഴിഞ്ഞ ആഴ്ചയിലെ പേറുകൾക്ക് പകരം ഈ ആഴ്ച പുതിയ കുക്ക് പൂക്കി കോംബോകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിലെ തീം പ്രൈഡ് ഓഫ് കേരള എന്നതാണ്. അതായത് പൂക്കികൾ മലയാളികൾക്ക് പരിചിതരായ കഥാപാത്രങ്ങളായി ഷോയിലെത്തും. കുക്കുകളും മലയാള തനിമയുള്ള വസ്ത്രങ്ങളാണ് തിരഞ്ഞെടുത്തതും. ഈ ആഴ്ച ഒരു ടാസ്കിലൂടെയാണ് കുക്കുകൾ പൂക്കികളെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ക്യാരം ബോർഡിൽ കോയിൻസിൽ പൂക്കികളെ പ്രതിനിധാനം ചെയ്യുന്ന ക്യാരക്ടറുകളുടെ ചിത്രം ഉണ്ടാകും. ഏത് കോയിനാണോ സ്ട്രൈക്ക് ചെയ്ത് കളയുന്നത് ആ ക്യാരക്ടറിലുള്ള പൂക്കി ആ കുക്കിന്റെ പേരാകും. പൂക്കികൾ ഏത് വേഷത്തിലാണ് എന്ന് കുക്കുകൾക്ക് നേരത്തെ അറിയാൻ കഴിയില്ല. നിലവിലെ ഈ എപ്പിസോഡുകളിലെ പേരുകൾ ഇങ്ങനെയാണ്. ജിയോ മച്ചാനൊപ്പം കള്ളിയംകാട്ട് നീലിയായി നിവിൻ, സുചിത്രയ്ക്കൊപ്പം ഗന്ധർവനായി സുബിൻ അഥവാ ടാർസൻ, അനുമോൾക്കൊപ്പം ദിഗംബരനായി അശ്വിൻ, ശബരീഷിനൊപ്പം പെരുന്തച്ഛനായി എബിൻ, സന്ധ്യാമ്മയുടെ കൂടെ ഉണ്ണിയാർച്ചയായി ശ്രീവിദ്യ മുല്ലശ്ശേരി, സാബുമോനോടൊപ്പം വൈശാലിയായി മീനാക്ഷി, അൻസിബ ഹസനൊപ്പം കായംകുളം കൊച്ചുണ്ണിയായി കെവിൻ, മഹിക്കൊപ്പം ചന്തുവായി ഡെയിൻ ഡേവിസ്. ഈ എപ്പിസോഡിൽ ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് കൂടിയുണ്ട്. ഇതിൽ വിജയിക്കുന്ന ടീമിന് പ്രധാന കുക്കിങ്ങിൽ ഒരു അഡ്വാൻറ്റേജ് ലഭിക്കും. തന്നിരിക്കുന്ന തേപ്പ് പെട്ടിയിൽ ബുൾസേ ഉണ്ടാക്കുക എന്നതാണ് മത്സരം. ആദ്യ റൗണ്ടിൽ കുക്ക് തേപ്പ് പെട്ടി പിടിക്കുകയും പൂക്കികൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയും വേണം. അടുത്ത റൗണ്ടിൽ ഡ്യൂട്ടി പരസ്പരം കൈമാറണം. 10 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ബുൾസേ ഉണ്ടാക്കുന്ന ടീമാണ് വിജയിക്കുക. ഏറെ രസകരമായ നിരവധി സംഭവങ്ങൾ ഈ കുക്കിങ്ങിനിടെ നടന്നു. ഏറ്റവും കൂടുതൽ എണ്ണം ബുൾസേകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജിയോ മച്ചാൻ നീലി ടീമിനും സുചിത്ര ഗന്ധർവൻ ടീമിനുമാണ്. ഇതിൽ നിന്ന് ജഡ്ജസ് തീരുമാനിച്ച് സുചിത്ര ഗന്ധർവൻ ടീമിനെ വിജയികളായി പ്രഖ്യാപിച്ചു. ഉണ്ടാക്കിയ ബുൾസൈകളുടെ പെർഫെക്ഷൻ നോക്കിയായിരുന്നു വിധി നിർണയം. നിങ്ങൾക്ക് ഈ ഷോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക.